ഹായ് എവ്രി വൺ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമസ്റ്റർ PG ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ആൻഷ്യന്റ് സൊസൈറ്റിയിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 3 ആയിട്ടുള്ള ആൻഷ്യന്റ് റോം ആണ്. ആദ്യമായിട്ട് റോമൻ സാമ്രാജ്യത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനവും അതുപോലെ ഉത്ഭവവുമാണ്. പുരാതന നാഗരികതകളിലെ പ്രമുഖവും വലുതുമായിട്ടുള്ള ഒരു ക്ലാസിക്കൽ സാമ്രാജ്യമായിരുന്നു റോമ സാമ്രാജ്യം എന്ന് പറയുന്നത്. സാമ്രാജ്യത്തിന്റെ കേന്ദ്രം ഇറ്റലി ആയിരുന്നു. മുഴുവൻ മെഡിറ്ററേനിയൻ ലോകത്തെയും ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു റോമൻ സാമ്രാജ്യം എന്ന് പറയുന്നത്. ഇറ്റലിയുടെ മധ്യഭാഗത്ത് ടൈബർ നദിയുടെ തീരത്തായിട്ടാണ് ലാറ്റിൻ സംസ്കാരിക്കുന്ന ഇവരുടെ ഒരു വാസസ്ഥലം ഫോം ചെയ്തു വന്നിട്ടുള്ളത് എന്നാണ് കരുതപ്പെടുന്നത്. ഇറ്റലിയുടെ പ്രത്യേകിച്ച് റോമിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് റോമിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു മെഡിറ്ററേനിയൻ സാമ്രാജ്യത്തിന്റെ സൃഷ്ടിയിൽ വളരെയധികം സംഭാവന നൽകിയിട്ടുള്ള ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. ഈ റോമിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യം ഇറ്റലിയിലെ ഉപദ്വീപിലും അതുപോലെ കിഴക്കൻ പടിഞ്ഞാറൻ മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിലും വളരെയധികമായിട്ട് വ്യാപിച്ചു. റോമൻ റിപ്പബ്ലിക് ഏകദേശം 500 വർഷത്തോളം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. BCE 510 മുതൽ 27 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ നഗര സംസ്ഥാനം വളരെ വലുതും വിശാലവുമായിട്ട് വ്യാപിച്ചിട്ടുള്ളത്. ഇവിടുത്തെ വളർച്ചയും വികാസവും എന്താണ് ക്രമേണ യുദ്ധങ്ങളിലൂടെയും സംഘർഷങ്ങളിലൂടെയുമാണ് കടന്നുപോയിട്ടുള്ളത്. അതിന്റെ വിപുലീകരണത്തിന്റെ ആദ്യഘട്ടത്തില് BCE 500 മുതൽ 280 വരെ റോം ഇറ്റാലിയൻ ഉപദ്വീപിനെ മുഴുവൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. റോം പ്രദേശത്തെ ലാറ്റിൻ സംസാരിക്കുന്ന ജനങ്ങളുമായിട്ട് സഖ്യം ഉണ്ടാക്കുകയും ലാറ്റിൻ ഇതര സംസ്ഥാനങ്ങളെ കീഴ്പ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഘട്ടത്തിലെ അവസാനത്തോടു കൂടി എന്താണ് മുഴുവൻ ഉപദ്വീപുകളും നേരിട്ടോ അല്ലാതെയോ റോമിന് വിധേയമായിട്ട് തീർന്നു. ഇവിടെ പലതരത്തിലുള്ള സൈനിക പര്യവേഷണങ്ങളും അതുപോലെ രാഷ്ട്രീയ തന്ത്രങ്ങളും അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രദേശത്തിലെ പട്ടണങ്ങളും മറ്റും എന്താണ് വളരെ ഒറ്റപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് പരസ്പരം സഖ്യം ഉണ്ടാക്കുക എന്നതായിരുന്നു ഇവർ ആദ്യമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. മധ്യ ഇറ്റലിയിലെ റോമൻ ആധിപത്യത്തിന്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. തെക്കൻ ഇറ്റലിയിലും അതുപോലെ മുഴുവൻ ഇറ്റാലിയൻ ഉപദ്വീപും ഉൾപ്പെടെയുള്ള പുരാതന ലോകത്തിലെ ഏറ്റവും ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങളിൽ റോം ആധിപത്യം പിടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പരസ്പര പ്രതിരോധത്തിനായിട്ട് എന്താണ് റോമക്കാർ ലീഗ് ഓഫ് ലാറ്റിൻ നഗരങ്ങളുമായിട്ട് ഒരു സഖ്യ ഉടമ്പടി രൂപീകരിച്ചു. സഖ്യകക്ഷികളെ നേടുന്നതിൽ എന്താണ് റോമിന്റെ സമർത്ഥമായിട്ടുള്ള പല നയതന്ത്രങ്ങളും അവർ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്താണ് പ്രധാനപ്പെട്ട ഒരു വിജയത്തിലേക്ക് എത്തിച്ചേരുകയും റോമിനെ ഒരു ശക്തമായിട്ടുള്ള നഗരമായിട്ട് മാറ്റി തീർക്കുകയും ചെയ്തു. റോമൻ വിപുലീകരണത്തില് അസ്വസ്ഥരായിട്ടുള്ള റോമിലെ ലാറ്റിൻ സഖ്യകക്ഷികളുടെ കൂറുമാറ്റത്തിനായിരുന്നു പിന്നീട് അത് പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. റോമൻ വിപുലീകരണത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ മെഡിറ്ററേനിയനിൽ നിന്നുള്ള കടലിന് മുകളിലൂടെ റോമൻ ആധിപത്യം വ്യാപിക്കാൻ ലക്ഷ്യമായിട്ട് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ ആധിപത്യം വീണ്ടും വീണ്ടും വ്യാപിപ്പിക്കുക എന്നുള്ളതായിരുന്നു. നിരവധി നൂറ്റാണ്ടുകളായിട്ട് ഇവരെന്താണ് സിസിലിയുടെ നിയന്ത്രണം പടിഞ്ഞാറ് കാർത്തീജിയക്കാർക്കും കിഴക്ക് സിറാക്കൂസ് പോലെയുള്ള ഗ്രീക്ക് നഗര സംസ്ഥാനങ്ങൾക്കും ഇടയിലായിട്ട് ഇത് വിഭജിക്കപ്പെടുകയും ചെയ്തു. BC 3-ാം നൂറ്റാണ്ടോട് കൂടിയാണ് ആധുനിക ട്യൂണീസിനടുത്ത് വടക്കേ ആഫ്രിക്കൻ തീരത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പുരാതന ഫിനീഷ്യൻ നഗരമായിട്ടുള്ള കാർത്തേജ് അഥവാ പടിഞ്ഞാറ് മെഡിറ്ററേനിയയിലെ മുൻനിര വാണിജ്യശക്തിയായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. ഒരു നൂറ്റാണ്ടിലേറെ കാലം എന്താണ് കാർത്തീജിയക്കാരെ പ്യൂണിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്ന യുദ്ധങ്ങളുടെ ഒരു പരമ്പര തന്നെ റോം നടത്തി പോന്നിട്ടുണ്ടായിരുന്നു. 3 പ്യൂണിക് യുദ്ധങ്ങളായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഒന്നാമത്തേത് BC 264 മുതൽ 241 വരെ, രണ്ടാമത്തേത് 218 മുതൽ 201 വരെയും, മൂന്നാമത്തേത് BC 149 മുതൽ 146 വരെയുമായിരുന്നു. ഇറ്റാലിയൻ മേലഞ്ചിന് കുറുകെ നേരിട്ട് സ്ഥിതി ചെയ്യുന്ന സിസിലിയിലെ തുറമുഖമായിട്ടുള്ള മൈസീനിയുടെ മേൽ കാർത്തിജീനിയൻ നിയന്ത്രണത്തെ കുറിച്ചുള്ള റോമിന്റെ ഭയം മൂലമാണ് ആദ്യത്തെ പ്യൂണിക് യുദ്ധം നടന്നിട്ടുള്ളത്. റോമിനും അതുപോലെ സ്പെയിനിനും താല്പര്യം ഉണ്ടായിരുന്നു അവിടുത്തെ കാർത്തിജീനിയൻ ശക്തികളുടെ വികാസത്തിലും മറ്റും ഒരു ആശങ്കയും കൂടെ ഇവർക്കുണ്ടായിരുന്നു. BCE 241 ആദ്യ പ്യൂണിക് യുദ്ധം ഒരു സമാധാന ഉടമ്പടിയോടുകൂടി അവസാനിച്ചിട്ടുണ്ടായിരുന്നത്. ഈ യുദ്ധത്തിന് പെട്ടെന്ന് തന്നെ എന്താണ് റോമക്കാരും കാർത്തീജിയക്കാരും തമ്മിലുള്ള ഒരു വലിയ സംഘടന വീണ്ടും വളർന്നു വന്നു. ഓരോരുത്തരും മുഴുവൻ ദ്വീപിന്റെ മേലും എന്താണ് ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ അവരെന്താണ് ഒരു നാവിക ശക്തിയായിട്ട് വളരാൻ വേണ്ടിയിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വീണ്ടും എന്തായി രണ്ടാം പ്യൂണിക് യുദ്ധത്തിലേക്ക് എത്തിച്ചേർന്നു. രണ്ടാം പ്യൂണിക് യുദ്ധത്തിൽ എന്താണ് റോമിന് ആദ്യകാല തിരിച്ചടികൾ നേരിടുന്ന ഒരു സമയമായിരുന്നു രണ്ടാം പ്യൂണിക് യുദ്ധം എന്ന് പറയുന്നത്. രണ്ടാം പ്യൂണിക്കിന്റെ ഒടുവിലും എന്താണ് വീണ്ടും അവർ സമാധാന ഉടമ്പടിയിൽ എത്തിച്ചേർന്നു. റോമിന് പടിഞ്ഞാറൻ മെഡിറ്ററേനിയനിലായിരുന്നു അവര് ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു മറ്റും. BCE 218 ശരത്കാലത്തില് ഹാനിബോളിൽ എന്താണ് ഇറ്റാലിയൻ ആക്രമണം നടന്നു. 40,000 സൈനികരും നിരവധി ആനകളും അടങ്ങുന്ന ഒരു സൈന്യം ആൽപ്സ് പർവ്വത നിരകൾ കടന്ന് എന്താണ് ആവശ്യമായ
സാധനങ്ങളും മറ്റും ഇവർക്കായിട്ട് എത്തിച്ചു നൽകുകയും ചെയ്തു. ദെൻ താൽക്കാലികമായിട്ടുള്ള ഒരു സ്വേച്ഛാധിപത്യ കിൻസ് ഫാബിയസ് മാക്സിമസ് അതുപോലെ ബെർക്കോസസ് കാർത്തീജിയക്കാർ യുദ്ധത്തിൽ ഏർപ്പെടാതെ അവരെ ഉപദ്രവിക്കുന്നതിന് കാലതാമസം വരുത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരാളായിരുന്നു. അതുപോലെ ആധിപത്യം ഉണ്ടായിട്ടും ഹാനിബാളിന് തന്റെ കീഴിലുള്ള പദ്ധതികളൊന്നും അവിടെ നടപ്പാക്കാനും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ യുദ്ധത്തിൽ റോമിന് കപ്പൂവ അതുപോലെ സിറാക്കൂസ് എന്നീ നഗരങ്ങളും മറ്റും നഷ്ടപ്പെട്ടു പോയി. രണ്ടാം പ്യൂണിക് യുദ്ധത്തിന് ശേഷമാണ് റോം കിഴക്കൻ മെഡിറ്ററേനിയനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ കാർത്തീജിയക്കാരെ സമാധാന ഉടമ്പടി ലംഘിച്ചു എന്നും റോം ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഇത് BCE 149 മൂന്നാം പ്യൂണിക് യുദ്ധത്തിലേക്കുള്ള ഒരു കടന്നുവരവായിരുന്നു. 3 വർഷത്തെ ഉപരോധത്തിന് ശേഷം സിപ്പിയോ എമിലിയാനസ് കാർത്തോജിസ് കീഴടക്കുകയും അതുപോലെ പൂർണ്ണമായും അത് നശിപ്പിക്കുകയും ചെയ്തു. മൂന്നാം പ്യൂണിക് യുദ്ധത്തിന്റെ പിന്നിലെ ലക്ഷ്യം എന്ന് പറയുന്നത് കാർത്തേജിനെ ഈ മേഖലയിൽ ഒരു രാഷ്ട്രീയ സ്ഥാപനം എന്ന നിലയിൽ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു. യുദ്ധത്തിന്റെ അവസാനത്തോടു കൂടി കാർത്തേജിയൻ സാമ്രാജ്യം പൂർണ്ണമായി നശിപ്പിക്കപ്പെടുകയും കാർത്തേജ് നഗരം അവർ കൈവശപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് റോമൻ രാഷ്ട്രീയത്തിലെ ആദ്യകാല ഘടന എന്ന് പറയുന്നത് രക്തബന്ധം, അതുപോലെ സെനറ്റിന്റെ അസ്തിത്വം, അസംബ്ലി എന്നിവയാൽ സവിശേഷമായിട്ടുള്ള ഒന്നായിരുന്നു. സെനറ്റ് കൂടുതൽ അധികാരം വഹിക്കുകയും അതുപോലെ രാജാക്കന്മാർക്കിടയിൽ എന്തെങ്കിലും കലഹങ്ങളോ മറ്റോ നടത്തുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. BCE 510 കൂടി റോമിലെ രാജവാഴ്ച അവസാനിക്കുകയും റിപ്പബ്ലിക്കൻ രാഷ്ട്രം സ്ഥാപിതമാവുകയും ചെയ്തു. ഇതൊരു BCE 27 വരെ നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. ദെൻ റിപ്പബ്ലിക്കിലെ രാഷ്ട്രീയ അധികാരം റോമൻ പ്രഭുവർഗത്തിന്റെ ഒരു കുത്തകയായി മാറിയിട്ടുണ്ടായിരുന്നു. സെനറ്റിന്റെ ഉത്ഭവം രാജവാഴ്ചയുടെ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ദെൻ പരിമിതമായിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള അധികാരങ്ങളും മറ്റും ഉണ്ടായിരുന്നെങ്കിലും അസംബ്ലികളിലെയും മജിസ്ട്രേറ്റുകളിലെയും ഉത്തരവുകൾ പുറപ്പെടുവിച്ചുകൊണ്ട് അതിവിപുലമായിട്ടുള്ള ഒരു അനൗപചാരിക അധികാരം ആ ഒരു സൊസൈറ്റിയിൽ അവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ റോമൻ റിപ്പബ്ലിക്കിലെ മുഖ്യ അധികാരിയായിരുന്നു സെനറ്റ് എന്ന് പറയുന്നത്. പ്രധാനമായും ജീവിതകാലം മുഴുവൻ സേവനം അനുഷ്ഠിച്ച പരിചയസമ്പന്നരായിട്ടുള്ള മുൻ മജിസ്ട്രേറ്റുകൾ ഉൾപ്പെട്ടതായിരിക്കും ഈ സെനറ്റിന്റെ അണ്ടറിലുള്ള അസംബ്ലി എന്ന് പറയുന്നത്. പൊതു ചെലവുകൾ, വിദേശ കാര്യങ്ങൾ, അതുപോലെ സൈനിക കാര്യങ്ങൾ, പ്രവിശ്യാഭരണം എന്നിവയിൽ ക്രമേണ നിയന്ത്രണം ഏറ്റെടുത്തുകൊണ്ടേയിരുന്നു. സെനറ്റ് ജനങ്ങളാലായിരുന്നു തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ മജിസ്ട്രേറ്റുകളിലൂടെയായിരുന്നു ആ ഒരു അസംബ്ലി പ്രവർത്തിച്ചു പോയിട്ടുണ്ടായിരുന്നതും. സെനറ്റിന്റെ ആധിപത്യം പുലർത്തിയത് ഏതാനും കുലീന കുടുംബങ്ങളായിരുന്നു. അതുപോലെ റോമൻ സമൂഹത്തിൽ പാർട്ടീഷ്യനും അതുപോലെ പെബ്ലിയൻസ് എന്ന് പറയുന്ന 2 സൊസൈറ്റി ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റോമൻ സമൂഹം പ്രധാനമായും 2 ക്ലാസ്സുകൾ അഥവാ 2 ഓർഡറുകളായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊന്നാണ് പാർട്ടീഷ്യന്മാരും മറ്റൊന്നത് പെബ്ലിയൻസുമായിരുന്നു. ആദ്യകാല റോമൻ സമൂഹത്തിൽ സ്ഥിരം നിവാസികളെയാണ് പാർട്ടീഷ്യന്മാരായിട്ടും അതുപോലെ പെബ്ലിയൻസ് ആയിട്ടും അവർ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. പാർട്ടീഷ്യന്മാർ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ അളവിൽ അടുത്ത ബന്ധമുള്ള പാരമ്പര്യമായിട്ടുള്ള വരേണ്യവർഗത്തെ സൂചിപ്പിക്കുന്നതാണ് പാട്രീഷ്യന്മാർ എന്ന് പറയുന്നത്. പെബ്ലിയൻസ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളായിരിക്കും. ഈ 2 വിഭാഗമായിരുന്നു ഉണ്ടായിരുന്നത്. ആധുനിക ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഈ ഒരു വർഗീകരണം ഒരു ലളിതമായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ലളിതമാണെങ്കിൽ കൂടെ ഇത് വളരെയധികം സങ്കീർണമാണ്. കാരണം ഈ ഒരു കാറ്റഗറൈസേഷൻ വന്നതോടുകൂടി പല കാര്യങ്ങളിലും പലർക്കും ലിമിറ്റേഷൻസ് വന്നു തുടങ്ങി. റോമൻ സമൂഹം കുടുംബങ്ങള്, വംശങ്ങള്, ഗോത്രങ്ങള്, കമ്മ്യൂണിറ്റികൾ എന്നിവയെ ക്രമീകരിച്ച് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മതപരവും പൗരപരവുമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിൽ ഈ വിഭജനങ്ങള് തലമുറകളുടെയും സാമ്പത്തികവുമായിട്ടുള്ള അതിരുകൾ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ദെൻ ഓർഡർ അഥവാ ഓർഡോ എന്ന പദം പൊതുവെ പൗരന്മാരുടെ സാമൂഹിക രാഷ്ട്രീയ പദവിയെ സൂചിപ്പിക്കുന്നതാണ്. സമ്പത്ത് കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ അധികാരം കൊണ്ടോ മാത്രം ഒരു പെബ്ലിയൻ പാട്രീഷ്യൻ ആകുക എന്നത് സാധ്യമല്ല. നമ്മുടെ ഒരു ജനനം സാധാരണക്കാരനായിട്ടാണെങ്കിൽ അത് തന്നെയായിരിക്കും ലൈഫ് ലോങ് മുഴുവൻ ഉണ്ടാവുക. നമ്മൾ ഏൺ ചെയ്ത് എന്ന് കരുതിയിട്ട് നമ്മുടെ ആ ഒരു സൊസൈറ്റിയിലുള്ള പൊസിഷൻ മാറുകയില്ല. വളരെ കാലമായിട്ട് ഈ 2 ഉത്തരവുകൾ തമ്മിലുള്ള മിശ്ര വിവാഹം പോലും അവർ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ സമ്പത്ത്, അതുപോലെ രാഷ്ട്രീയ അധികാരം, ഉയർന്ന സാമൂഹികവും ആചാരപരമായിട്ടുള്ള പദവിയിലേക്ക് സ്വയമേവ ഇവർക്ക് പ്രവേശിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല. അതെന്താണ് പാട്രീഷ്യന്മാർക്ക് മാത്രമുള്ളതായിരുന്നു. റോമിലെ
കുലീന കുടുംബങ്ങളും അതുപോലെ റോമിന്റെ മതത്തിന് മേലുള്ള വിപുലമായിട്ടുള്ള നിയന്ത്രണവും കാര്യങ്ങളൊക്കെ പാട്രീഷ്യന്മാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ, മതപരമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരു പ്രബല സാമൂഹിക ഗ്രൂപ്പായിട്ട് പാട്രീഷ്യന്മാർ മാറി. പാട്രീഷ്യൻ ഉയർന്ന നിലവാരമുള്ള അല്ലെങ്കിൽ പത്രസ്, പാട്രിസി അല്ലെങ്കിൽ പാട്രീഷ്യൻസ് എന്നാണ് ഇവരെ മൊത്തത്തിലായിട്ട് പരാമർശിക്കുന്നത്. ഇവിടെ സാധാരണക്കാരുള്ള പൗരന്മാരാണ് റോമൻ പൗരന്മാർ എന്ന് പറയുന്നത്. ബഹുഭൂരിപക്ഷവും റോമൻ പൗരന്മാരായിരുന്നു. ഇവരാണ് പെബ്ലിസ് എന്ന് പറയുന്നത്. ഏകദേശം 90% ആളുകളും എന്താണ് ഈ വിഭാഗത്തിൽ പെടുന്നതാണ്. റോമൻ പൗരന്മാർ എന്ന നിലയിൽ പെബ്ലിയന്മാര് സൈന്യത്തിൽ സേവനം അനുഷ്ഠിക്കുകയും നികുതി അടക്കുകയും അസംബ്ലികളിൽ പങ്കെടുക്കുകയും റോമൻ നിയമത്താൽ സംരക്ഷിക്കപ്പെടുകയും ചെയ്തു. അതുപോലെ റോമിലെ പെബ്ലിയൻ വർഗത്തിനെ 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് പെബ്ലിയൻ വരേണ്യ വർഗം, ചെറുകിട കർഷകർ, ഭൂരഹിതർ, ഇങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ചെറുകിട കർഷകരും അതുപോലെ സ്വത്തില്ലാത്ത പൗരന്മാരും അടങ്ങുന്ന പെബ്ലിയക്കാര് പ്രഭുവർഗത്തിന്റെ വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരായിട്ടുണ്ടായിരുന്നു. പെബ്ലിയക്കാര് റോമൻ സൈന്യത്തിനെ ഒരു നട്ടല് രൂപപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ളതായിരുന്നു. പ്രഭുവർഗത്തിന് അവരുടെ പരാതികൾ അവഗണിക്കുന്നത് അസാധ്യമായിരുന്നു. അതുപോലെ അവരുടെ പെബ്ലിയൻ കൗൺസിൽ എന്നറിയപ്പെടുന്നത് സ്വന്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അസംബ്ലി ആയിരുന്നു അവർക്ക്. കൂടാതെ എല്ലാ റോമൻ പൗരന്മാർക്കും ബിബ്ലിയക്കാർ ഉൾപ്പെടെ സെഞ്ചൂറിയറ്റ് അസംബ്ലിയിൽ പെട്ടവരായിരുന്നു. സാധാരണയായിട്ട് എന്താ പെബ്ലിയക്കാരായിരുന്ന വ്യാപാരികളും അതുപോലെ കർഷകരും കരകൗശല വിദഗ്ധരുമായിരുന്നു ഇതില് കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ വോട്ടവകാശം അവർക്ക് എന്താണ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. പാട്രീഷ്യന്മാർക്ക് സെനറ്റിൽ വോട്ട് ചെയ്യാനുള്ള അവകാശവും ഉണ്ടായിരുന്നു. ഇനി ഇവരുടെ ഒഫീഷ്യൽസ് ഓഫ് ദ റിപ്പബ്ലിക്, കോൺസൽമാരും അതുപോലെ സെൻസർമാരും ജൂനിയർ മജിസ്ട്രേറ്റുകളുമായിരുന്നു ഇവരുടെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. കോൺസൽമാർ തിരഞ്ഞെടുക്കപ്പെട്ട മജിസ്ട്രേറ്റുകളും അതുപോലെ റിപ്പബ്ലിക്കിലെ ഉന്നത ഉദ്യോഗസ്ഥരും എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ, സൈനിക പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളായിട്ടുള്ളവരുമായിരുന്നു. പീബ്ലിയൻ അസംബ്ലി എന്താണ് കോൺസൽമാരായിട്ട് പ്രവർത്തിക്കാൻ പൗരന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. BCE 367 വരെ എന്താണ് പാട്രീഷ്യന്മാർക്ക് മാത്രമാണ് ഇതിൽ കയറാൻ അല്ലെങ്കിൽ ഇതിൽ പ്രവർത്തിക്കാനുള്ള അർഹത ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ പിന്നീട് അങ്ങോട്ട് പീബ്ലിയക്കാർക്കും അതുണ്ടായിരുന്നു. പിന്നെ റിപ്പബ്ലിക്കിന്റെ അവസാനത്തിൽ മാത്രമാണ് പെബ്ലിക്കാർക്ക് യഥാർത്ഥമായിട്ടുള്ള കോൺസാൽമാരായിട്ട് തിരഞ്ഞെടുക്കാനുള്ള ഒരു അവകാശം കിട്ടി തുടങ്ങിയിട്ടുള്ളത്. സെൻസർ എന്നറിയപ്പെടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘം അല്ലെങ്കിൽ 5 വർഷത്തിനായിരിക്കും ഈ ഒരു സെൻസറിനെ അവര് തെരഞ്ഞെടുക്കുക. ഇവരായിരിക്കും പിന്നീടുള്ള ആ ഒരു മാസം മുഴുവൻ ഇതിനായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുന്നത് ഇവരായിരിക്കും. ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മേൽനോട്ടം വഹിക്കുന്ന ഒരു വിഭാഗമായിരിക്കും ഇവര്. കോൺസാൽമാർക്കും അതുപോലെ സെൻസർമാർക്കും ഒപ്പം നിരവധി ജൂനിയർ റോമൻ റിപ്പബ്ലിക്കിന്റെ അധികാരം കൊണ്ട് നിക്ഷിപ്തമായിരുന്നവർക്ക് എല്ലാവർക്കും എന്താണ് ഓരോ തരത്തിലുള്ള അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ലെജിയസ് എന്നറിയപ്പെടുന്ന ഔപചാരിക ഫീൽഡ് ആർമിയുടെ കമാൻഡർമാരായിട്ടായിരുന്നു സേവനം അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നത്. തുടക്കത്തിൽ 2 ലെജിയനുകൾ ഉണ്ടായിരുന്നു. കോൺസാൽമാർ റോമൻ റിപ്പബ്ലിക്കിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥരും ചീഫ് മജിസ്ട്രേറ്റുകളുമായിരുന്നു. പരമോന്നത അധികാരം കൈവശം വെച്ചിരുന്നു. അതില് ഭരണകൂടത്തിന് വേണ്ടിയിട്ടെന്ന ദൈവങ്ങളെ സമീപിക്കാൻ അവർക്ക് കഴിവുണ്ടായിരുന്നു. കോമിറ്റിയ സെഞ്ചൂറിയ എന്ന് വിളിക്കപ്പെടുന്ന സിസ്റ്റിൽ എന്താണ് സിറ്റിസൺ അഥവാ അസംബ്ലി അവരുടെ ഒരു വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും നിയമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ അസംബ്ലികളിൽ റോമൻ രാഷ്ട്രീയ വ്യവസ്ഥയിൽ പുരാതന രാജവൈശ്യം മുതലുള്ള ഒരു ഗോത്ര സമ്മേളനം തന്നെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ അസംബ്ലിയിൽ അംഗമായിട്ട് പ്രായപൂർത്തിയാകാത്ത പുരുഷന്മാരായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാകുക. പക്ഷെ ഇവർക്ക് കൂടുതൽ അവകാശങ്ങളും കാര്യങ്ങളും ഒന്നും അസംബ്ലിയിൽ ഉണ്ടാവില്ല. പക്ഷെ ഇവർക്ക് അംഗത്വം ഉണ്ടായിരിക്കും. പീബ്ലിയംകാർക്കും അതുപോലെ പാട്രീഷ്യക്കാർക്കും തമ്മിലുള്ള പോരാട്ടത്തെ തുടർന്ന് പെബ്ലിയക്കാരെ കോമിറ്റിയ സെഞ്ചൂറിയ എന്നുള്ള ഒരു അസംബ്ലി സ്വന്തമായിട്ട് രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റിപ്പബ്ലിക്കൻ കാലഘട്ടത്തില് പൗരന്മാരെ നൂറ്റാണ്ടുകളായിട്ട് ഇവര് തരം തിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഈ ഒരു അസംബ്ലി ഫോം ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. ഇതിന്റെ പേര് എന്ന് പറയുന്നത് സമ്മേളന സ്ഥലം അഥവാ കോമിറ്റിയ സെഞ്ചൂറിയ എന്ന് പറഞ്ഞാൽ സമ്മേളന സ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ചെറിയ ജില്ലകൾ. ഇതില് ഈ ഒരു അസംബ്ലിയിൽ എന്താണ് പുരുഷന്മാരെ 3 ഗോത്രങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. അവർ നഗരത്തിലെ 3 ജില്ലകളെ ആയിരിക്കും പ്രതിനിധീകരിക്കുക. ഓരോരുത്തരും ക്യൂറി എന്ന് വിളിക്കപ്പെടുന്ന 10 ജില്ലകൾക്കായിട്ട് തിരിച്ചിട്ടുണ്ടാകും. തൽഫലമായിട്ട് കോമിറ്റിയ ക്യൂറിയാറ്റ് എന്ന 30ഓളം ക്യൂറികൾ ഉണ്ടായിരിക്കും. അവ പിന്നീട് 4 ഗോത്രങ്ങളായിട്ടും 26 ഗ്രാമീണ ജില്ലകളായിട്ടും വിഭജിക്കപ്പെടും. പിന്നീട് ഈ ഓരോ ക്യൂറിയും എന്താണ് സ്വന്തം നേതാവിനെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഓരോ ജില്ലക്കും എന്താണ് ഓരോരോ നേതാവ് ഉണ്ടായിരിക്കും. അവർ ആജീവനാന്തം എന്താണ് ആ സ്ഥാനം വഹിക്കുന്നത് അവരായിരിക്കും.
ദെൻ പാട്രീഷ്യന്മാരും പെബ്ലിക്കാരും ഉൾക്കൊള്ളുന്ന വശങ്ങളിലേക്ക് എന്താണ് ഈ ഒരു അസംബ്ലി പിന്നീട് വ്യാപിക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ രാജവാഴ്ചക്കാലത്ത് സൃഷ്ടിക്കപ്പെടുകയും റിപ്പബ്ലിക്കിന്റെ കാലത്ത് നവീകരിക്കപ്പെട്ടതുമായിരുന്നു കോമിറ്റ സെഞ്ചൂറിയ എന്ന് പറയുന്നത്. പ്രായപൂർത്തിയാത്ത പുരുഷന്മാരായിരുന്നു ഇതിൽ കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. ദെൻ സ്ട്രഗിൾ ബിറ്റ്വീൻ ദ പാർട്ടീഷ്യൻ ആൻഡ് പെബ്ലിയൻസ്, ഒരുപാട് സ്ട്രഗിൾസ്. കാരണം ഒരാള് പെബ്ലിയൻസ് എന്ന് പറയുന്നത് സാധാരണക്കാരും പാട്രീഷ്യൻ എന്ന് പറയുന്നത് ഹൈ ലെവലിലുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ എപ്പോഴും സ്ട്രഗിൾസ് ഫേസ് ചെയ്തുകൊണ്ടേയിരുന്നു. റിപ്പബ്ലിക് ഓഫ് റോമിലെ ആദ്യ ചരിത്രത്തിൽ പാട്രീഷ്യന്മാരും അതുപോലെ പിബ്ലിയക്കാരും തമ്മിൽ എന്താണ് തുടർച്ചയായിട്ടുള്ള സംഘർഷം ഉണ്ടായിരുന്നു. കാരണം ഒരാൾക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും മറ്റുള്ളവർക്ക് അത് ലഭിക്കുകയും ചെയ്യുമ്പോഴെന്താണ് സ്വാഭാവികമായിട്ടും ഒരു പ്രശ്നം അവർക്കിടയിൽ ഫോം ചെയ്യും. ഈ സമരത്തിന് കാരണം എല്ലാ രാഷ്ട്രീയ അധികാരങ്ങളുടെയും തങ്ങളുടെ കൈകളിൽ മാത്രമായിട്ട് പിടിക്കാനുള്ള പാട്രീഷ്യക്കാർ എന്താണ് എല്ലാ അധികാരങ്ങളും തങ്ങൾക്ക് വേണം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിലായിരുന്നു. അതോടുകൂടി സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായി അവരുടെ അവകാശങ്ങളും അധികാരങ്ങളും ഇല്ലാതായതോടുകൂടി അവർ എന്താണ് തുടർന്ന് അവരെന്താ ഒരു സ്ട്രഗിളിലേക്ക് അല്ലെങ്കിൽ അവർക്കെതിരെയുള്ള ഒരു സമരത്തിലേക്കും മറ്റും അവർ എത്തിച്ചേരുകയാണ് ചെയ്തിട്ടുള്ളത്. പീപ്പിളിക്കാർ ആവശ്യപ്പെട്ടത് അവർക്ക് എന്താണ് രാഷ്ട്രീയ പ്രക്രിയയിൽ ഒരു പങ്കാളിത്തം വേണം എന്നുള്ള ആവശ്യകതയായിരുന്നു മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിനായിട്ട് അവർ തീവ്രമായിട്ട് BC 510 മുതൽ 288 വരെയുള്ള കാലഘട്ടത്തിൽ അതിനായിട്ട് അവർ പോരാടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ BC 494 സമരത്തിന്റെ ഒരു ഘട്ടം എന്താണ് ട്രൈബ്യൂണുകൾക്ക് ലഭിച്ച അംഗീകാരത്തിന് അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഈ ഒരു കാലഘട്ടത്തിൽ എന്തിനു ഒരു 12 കോഡ് പട്ടിക അവര് ഫോം ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. പെബ്ലിയൻ പോരാട്ടം 4 വശങ്ങളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒന്നായിരുന്നു. ജുഡീഷ്യൽ അധികാരത്തിന്റെ അനിയന്ത്രിതമായിട്ടുള്ള പ്രയോഗം തടയാൻ എന്താണ് അവര് ഒരു നിയമപരമായിട്ടുള്ള ഒരു സംഹിത തന്നെ അവർ ഫോം ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് 12 പട്ടികകളുടെ ഒരു കോഡ് എന്ന് പറയുന്നത്. കാരണം അത്തരം ഒരു നിയമം അവർക്ക് ആവശ്യമായിരുന്നു. പല കാര്യങ്ങളുടെയും അവിടെ കൃത്യമായിട്ട് നടപ്പിലാക്കണം എന്നുണ്ടെങ്കിൽ അത്തരം ഒരു കാര്യത്തിന്റെ ഒരു നിയമങ്ങൾ കൃത്യമായിട്ട് അവിടെ കൊണ്ടുവരണമായിരുന്നു. ദെൻ അതുപോലെ തന്നെ സെനറ്റ് 10 അംഗങ്ങളുള്ള ഒരു കമ്മീഷനും രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ക്ലോഡിയസ് ആയിരുന്നു അധ്യക്ഷനായിട്ടുണ്ടായിരുന്നത്. റോമക്കാരായിട്ട് ഒരു രേഖാമൂലമുള്ള നിയമം സൃഷ്ടിക്കുന്നതിനുള്ള ചുമതല അവർക്കായിരുന്നു. അവരാണ് 12 പട്ടികകളുടെ കോഡ് എന്നറിയപ്പെടുന്ന ഒരു നിയമസംഹിത കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിൽ 12 മരപ്പലകകളിലായിട്ടാണ് ഈ നിയമങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ളത്. അപ്പോ അവ നഗരത്തിലെ മധ്യപ്രദേശമായിട്ടുള്ള ഫോറത്തിന്റെ സമീപത്തുള്ള ഒരു പൊതുസ്ഥലത്ത് ഇത് പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. രേഖാമൂലമുള്ള നിയമങ്ങളുടെ ക്രോഡീകരണം പരമ്പരാഗത നിയമങ്ങളെ ഒരു ഏകീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് ഈ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ തന്നെയായിരുന്നു BC 367 മുതൽ കോൺസൺഷിപ്പുകൾ പീപ്പിളിയക്കാർ തുറന്നതോടുകൂടി രണ്ടാമത്തെ സുപ്രധാനമായിട്ടുള്ള ഒരു വികസനം അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. കോൺസർമാരെ തിരഞ്ഞെടുത്തത് കോമിറ്റിയ സെഞ്ചുറി ആയിരുന്നു. കൂടാതെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ എന്താണ് സെനറ്റർമാരായിരുന്നു നിർദ്ദേശിക്കേണ്ടിയിരുന്നത്. റോമൻ സ്റ്റേറ്റിന്റെ പരമോന്നത മജിസ്ട്രേറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഒരു പെബ്ലിയനെ സംബന്ധിച്ചോളം അത്ര എളുപ്പമായിരുന്നില്ല. കാരണം അത്രയും സപ്പോർട്ട് അവർക്ക് ബിഹൈൻഡിൽ കിട്ടണം. പക്ഷെ പാട്രീഷ്യക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താണ് അവർക്ക് ആ ഒരു രാഷ്ട്രീയ അധികാരവും കാര്യവും ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് സുഖകരമായിരുന്നു. ദെൻ കോമിറ്റിയെ ട്രിബ്യൂട്ട എന്ന ഗോത്രങ്ങൾ അല്ലെങ്കിൽ ട്രിബസ് അനുസരിച്ച് എന്താണ് എല്ലാ പൗരന്മാരും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ പാട്രീഷ്യന്മാരെയും പീബ്ലിയക്കാരെയും ഉൾപ്പെടുന്ന മറ്റൊരു അസംബ്ലി ഫോം ചെയ്തെടുത്തു. ഇതിലെന്താണ് പീബ്ലിയൻ കോൺസൽമാർ അവരുടെ കോൺസൽഷിപ്പുമായി സെനറ്റിൽ അംഗങ്ങളായിട്ട് തീർന്നു. അതുപോലെ നെക്സം എന്നുള്ളത് ഔപചാരികമായിട്ട് കർശനമായിട്ട് നിർവഹിക്കേണ്ട ഒന്നായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഈ നെക്സം എന്നുള്ള സംഭവം അവർ നിർത്തലാക്കാനും ശ്രമിച്ചു. നെക്സം എന്ന് പറഞ്ഞാൽ ഒരു റോമൻ വായ്പാ കരാർ നൽകുമ്പോൾ കടക്കാരന്റെ വ്യക്തി സെക്യൂരിറ്റി ആയിട്ട് പണയം വെച്ചുകൊണ്ട് ഒരു ഔപചാരിക കരാറിൽ ഏർപ്പെട്ടാല് കരാർ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ കടബാധ്യതയിലേക്ക് നയിച്ചു എന്നുള്ളതാണ്. അതാണ് നെക്സം എന്നുള്ള ഒരു സംഭവം. അപ്പം കർഷകരും മറ്റും കടമെടുക്കുന്നത് എന്താണ് അവർക്കത് വീട്ടാൻ സാധിച്ചില്ലെങ്കിൽ പൂർണ്ണമായിട്ടും അവര് കടബാധ്യതയിലേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. കടം തിരിച്ചടക്കാൻ കഴിയാതെ വരുമ്പോൾ അവരെന്താണ് അടിമത്തത്തിലേക്ക് പോയി. പിന്നീട് പൂർണ്ണമായിട്ടും അവര് പാട്രീഷ്യന്മാരുടെയോ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും അണ്ടറിൽ അടിമത്തത്തിന് ഇരയായിട്ട് ജീവിതകാലം മുഴുവൻ അങ്ങനെ തീർക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി. ഇതിനു വേണ്ടിയിട്ടായിരുന്നു പീബ്ലിയക്കാര് പോരാടിയിട്ടുണ്ടായിരുന്നത്. ആദ്യകാല റിപ്പബ്ലിക്കൻ പാർട്ടീഷ്യന്മാരും അതുപോലെ പീബ്ലിയക്കാരും തമ്മിലുള്ള പോരാട്ടത്തിൽ BC 287 മറ്റൊരു സുപ്രധാനപരമായിട്ടുള്ള നാഴികക്കല്ലായിരുന്നു. പീബ്ലിയൻ ട്രിബ്യൂണുകൾക്ക് പൂർണ്ണമായിട്ടുള്ള മജിസ്റ്റേറിയൽ അധികാരങ്ങൾ ലഭിച്ചു.
അവരുടെ സൈനിക സേവനത്തിൽ നിന്നും പിന്മാറാനുള്ള പീപ്പിളക്കാരുടെ ശക്തമായിട്ടുള്ള ഭീഷണിയിലേക്കും ഇത് നയിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അവരുടെ ഈ സംഭവങ്ങളും ഉത്തരവുകളും ഒക്കെ എന്തായി, ഒരു സംഘർഷത്തിന് അറുതി വരുത്താനും ഇതവരെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ റോമൻ സാമ്രാജ്യത്തിൽ വളരെയധികം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായി. ഈ കോൺഫ്ലിക്റ്റുകൾ തന്നെ എന്താണ്, എക്സ്പാൻഷൻ കൊണ്ടുവരാനും അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. BCE 27 BCE 100 ഇടയിൽ എന്താണ്, ഈ ഒരു കാലഘട്ടത്തിൽ ശ്രദ്ധേയമായിട്ടുള്ള കമാൻഡർമാർ വന്നിട്ടുണ്ടായിരുന്നു. മാരിയസ്, സുല്ല, ക്രോസസ്, പോംബി എന്നിവരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ എന്താണ്, വളരെയധികം ഒരു സ്വേച്ഛാധിപത്യമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ആധിപത്യം സ്ഥാപിക്കാനും വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ അത്തരത്തിലും എന്താണ്, വളരെയധികം ആഭ്യന്തര യുദ്ധങ്ങളും കാര്യങ്ങളും ഈ ഒരു കാലഘട്ടത്തിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സുല്ല അതുപോലെ മാരിയസിന്റെ അനുയായികളൊക്കെ എന്താണ്, ആഭ്യന്തര യുദ്ധത്തിലേക്ക് നയിച്ചവരായിരുന്നു. മാരിയസിന്റെ മരണശേഷമാണ് സുല്ല എന്നാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. അനറ്റോലിയയിലും ഗ്രീസിലും സൈനിക പ്രചാരങ്ങൾ നടത്തുകയും ഈ മേഖലയിൽ ഒരു അധിനിവേശം സ്ഥാപിച്ചെടുക്കുകയും ചെയ്തവരായിരുന്നു ഇവരെല്ലാം. അതുപോലെ BCE 88 സുല്ല എന്നാണ് എന്താ, റോമിലേക്ക് മടങ്ങുകയും സൈന്യത്തിന്റെ സഹായത്തോടു കൂടി ആ ഒരു റോമിലെ ആളുകളെ ക്രൂരമായിട്ട് അടിച്ചമർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയത്ത് ഇവരെന്താ, വളരെയധികം ഒരു അടിയന്തരാവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്തു. BCE 79 വിരമിക്കുന്നതിന് തന്റെ സ്വേച്ഛാധിപത്യം അനിശ്ചിതമായിട്ട് ഇദ്ദേഹം നീട്ടുകയും ചെയ്തു. സുല്ലയുടെ സ്വേച്ഛാധിപത്യം റിപ്പബ്ലിക്കിന്റെ ചരിത്രത്തിൽ അഗാധമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒന്നായിരുന്നു. റോമൻ ചരിത്രത്തിലെ ആദ്യത്തെ ഏറ്റവും വലിയ സ്വേച്ഛാധിപതിയായിരുന്നു ക്വീൻസ് ഫാബിയസ് എന്ന് പറയുന്ന ആള്. അദ്ദേഹത്തിന്റെ കാലതാമസം നയം ഹാനിബാളിന്റെ പരാജയം കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളായിരുന്നു. കാരണം മറ്റൊരാളെ കീഴ്പ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇത്തരത്തിലുള്ള സ്വേച്ഛാധിപതികളായിട്ടുള്ള ആളുകളുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത്. റോമൻ ചരിത്രത്തിലെ ഏകാധിപതിയുടെ സ്ഥാനം വഹിച്ച പ്രധാന വ്യക്തികളാണ് ഒന്ന് സീസർ എന്ന് പറയുന്നത്, ലൂസിയസ് കോർണോളിയസ് സുല്ല എന്നറിയപ്പെടുന്നത്. ഈ സുല്ലയുടെ മുഴുവൻ പേര് അതാണ്. ഏറ്റവും മികച്ച സൈനിക വ്യക്തികളിൽ ഒരാളും കൂടിയായിരുന്നു അദ്ദേഹം. അതുപോലെ ഒരുപാട് സംഘടനകളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. റോമിലെ ഏറ്റവും വിജയകരമായിട്ടുള്ള ജനറൽ ആയി കണക്കാക്കപ്പെട്ട അദ്ദേഹം BC 88 മുതൽ ഒരു കൗൺസിലായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ സെനറ്റ് ഒരു പാട്രീഷ്യൻ സുല്ലയെ തിരഞ്ഞെടുത്തു. അതുപോലെ ഗോത്രസഭയെ പിന്തുണ നേടിയ മാരിയസ് അദ്ദേഹത്തിന്റെ റോളിനെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 88 BCE തന്റെ സൈനികരെ തലസ്ഥാനത്തേക്ക് മാറ്റുകയും എതിരാളികളെ പുറത്താക്കുകയും ചെയ്തുകൊണ്ട് സുല്ല ആത്യന്തികമായിട്ടുള്ള ഒരു സ്ഥാനം അവിടെ നേടിയെടുക്കുകയും ചെയ്തു. BCE 82 അദ്ദേഹം പഴയ സ്വേച്ഛാധിപതിയുടെ പദവി പുനരുജ്ജീവിപ്പിക്കുകയും അതുപോലെ കൈവശപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റോമിലെ രാഷ്ട്രീയത്തിലെ മറ്റു പ്രമുഖ വ്യക്തികളിൽ ഒന്നാണ് ലുക്കുലസ്, അതുപോലെ ക്രോസസ്, പോംബി, ജൂലിയസ് സീസർ എന്നിവരെല്ലാം നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പം ഇവരൊക്കെ എന്താണ്, ഒരു അധികാരമോഹിക, തങ്ങളുടെ കീഴിൽ എന്താണ് പല രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും കൊണ്ടുവരണം എന്നുള്ള സ്വേച്ഛാധിപതികളായിട്ടുള്ള ആളുകളായിരുന്നു. BCE 63 അനറ്റോലിയയുടെ മേലെ റോമൻ അധികാരം പൂർണ്ണമായും സ്ഥാപിക്കപ്പെട്ടു. സിറിയയിലെ സെലൂസിഡ് പ്രദേശങ്ങൾ കൂട്ടിച്ചേർക്കാൻ പോംബിക്ക് കഴിഞ്ഞു. സിറിയയെ ഒരു റോമൻ പ്രവിശ്യയാക്കി മാറ്റാനും ആത്യന്തിക ആസ്ഥാനമാക്കി മാറ്റാനും അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ ഈ സംഘടനകളിൽ കാര്യമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയ പോംബി, അതുപോലെ ജൂലിയസ് സീസർ, ക്രാസസ് എന്നിവരുടെ അധികാരം റോമിനെ ഒരു അവിടുത്തെ ഒരു സെനറ്റിനെ തന്നെ തളർത്തുന്ന രീതിയിലായിരുന്നു. കമാൻഡർമാരും അതുപോലെ സെനറ്റും തമ്മിലുള്ള ഒരു പോരാട്ടം രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് എത്തിച്ചേർന്നു. അതുപോലെ പോംബി, ജൂലിയസ് സീസർ, ക്രാസസ് പോലുള്ളവര് BCE 60 ഫസ്റ്റ് ട്രയംവിർറ്റേഴ്സ് എന്നറിയപ്പെടുന്ന ഒരു സഖ്യം രൂപീകരിക്കുകയും ചെയ്തു. അത് പിന്നീട് BCE 56 പുതുക്കി കൊണ്ടുവന്നു. ക്രാസസിന്റെ മരണശേഷവും പോംബിയും ജൂലിയസ് സീസറും അവരുടെ അധികാര പോരാട്ടം തുടർന്നുകൊണ്ടേയിരുന്നു. പ്രഭുവർഗം സീസറിന് സ്വേച്ഛാധിപതി വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടുവന്നു. BCE 44 അദ്ദേഹത്തിനെ ഒരു കൊലപാതകത്തിലേക്കാണ് നയിച്ചിട്ട്. അവരുടെ കോൺഫ്ലിക്റ്റുകളും അതുപോലെ അവരുടെ രാജ്യങ്ങളെ എക്സ്പാൻഡ് ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ള പല ചിന്താഗതികളും സ്വേച്ഛാധിപത്യ ഭരണവാഴ്ചയും എന്താണ് പിന്നീട് ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചേർന്നു. സീസറിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്യുന്നതിലും നടപ്പാക്കുന്നതിലും ഉത്തരവാദികളായിട്ടുള്ള ഗൂഢാലോചനക്കാര്, അതുപോലെ റിപ്പബ്ലിക്കിനെ ഒരു രാജ്യവാഴ്ചയായി മാറ്റുന്നതിനെ തടയാൻ ലക്ഷ്യമിട്ടിരുന്ന പ്രഭുവർഗത്തിലെ ഒരു പ്രധാന വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഇദ്ദേഹത്തെ കൊലപാതകത്തിലേക്ക് എത്തിച്ചിട്ടുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഈ റോമൻ സാമ്രാജ്യത്തിൽ സ്ലേവറി സിസ്റ്റം വളരെയധികം ഉണ്ടായിരുന്നു. അടിമത്തം പുരാതന റോമിലെ വളരെ വ്യാപകമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. സമ്പദ് വ്യവസ്ഥയിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ഒന്നും കൂടിയായിരുന്നു സ്ലേവറി എന്ന് പറയുന്നത്. റോമൻ നാഗരികത അടിമ വേലയെ വളരെയധികം ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു. BC 2-ാം നൂറ്റാണ്ടിലാണ്
അടിമ വ്യാപാരത്തിൽ കുറച്ച് ഇടിവ് വന്നിട്ടുള്ളത്. പടിഞ്ഞാറൻ പ്രവിശ്യകളിലെ റോമൻ ഭരണത്തിന്റെ ഏകീകരണം, അതുപോലെ അഗസ്റ്റസിന്റെ പിൻഗാമികളുടെയും കിഴക്കൻ സ്പെയിനിലെയും ഗൗളിലും കൃഷിയിലും അടിമത്തം വിപുലീകരിക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടായിരുന്നു. അടിമകളെ എപ്പോഴും ഒരു ചരക്കുകളായിട്ടാണ് ഇവരെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. വിപണികളിൽ ഇവയെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കൃഷി, ഖനനം, കരകൗശല ഉൽപാദനം, അതുപോലെ സർക്കാർ ഓഫീസുകളിലെ ക്ലറിക്കൽ റോളുകൾ എന്നിവയിലെല്ലാം എന്താണ് ഇവര് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഈ മേഖലകളിലെല്ലാം തന്നെ ഇവരെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ റോമൻ ഭരണകൂടം എന്താണ് അടിമകളുടെ മേൽ പിന്നീട് നിയന്ത്രണം ചെലുത്തുകയും അവരെ പിരിച്ചുവിടാനും അവർക്കിടയിൽ ഒരു ഐക്യദാർഢ്യം കൊണ്ടുവരാനുള്ള നടപടികളും സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ എല്ലാ തരം അടിമ വ്യവസായങ്ങളും അല്ലെങ്കിൽ അടിമ കലാപങ്ങളും റോമൻ ഭരണകൂടം ഒരു മനുഷ്യരഹിതമായിട്ട് തന്നെ അടിച്ചമർത്തപ്പെട്ടു. റോമൻ സമൂഹത്തിലെ അടിമകളെ വിദഗ്ധർ അഥവാ അർദ്ധ നൈപുണ്യമുള്ളവർ, അവിദഗ്ധർ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ അടിമകളിൽ എന്താണ് സ്ത്രീകളുടെ എണ്ണം വളരെയധികം കുറവായിരുന്നു. പ്രാഥമികമായി അവരെന്താ കൈകൊണ്ട് ജോലി ചെയ്യാൻ അനുയോജ്യരല്ലെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് സ്ത്രീകളെ ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. അവരെ വീട്ടുജോലികളിൽ മാത്രമായിരുന്നു ഒതുക്കിയിട്ടുണ്ടായിരുന്നത്. ഭൂരിഭാഗം അടിമകളും പടിഞ്ഞാറൻ യൂറോപ്പിലെ കാർഷിക സമ്പദ് വ്യവസ്ഥയിലായിരുന്നു ആധിപത്യം പുലർത്തിയിട്ടുണ്ടായിരുന്നത്. അടിമകളുടെ ജീവിത നിലവാരം വളരെ വ്യത്യസ്തമായിരുന്നു. അടിമകൾക്ക് നൽകുന്ന ഭക്ഷണവും എല്ലാം തന്നെ വ്യത്യസ്തമായിരുന്നു. ഗാർഹിക അടിമകളെ അവരുടെ യജമാനന്മാരുടെ വീട്ടിനുള്ളിലെ സെല്ലുകളിലായിരുന്നു പാർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രീക്ക് റോമൻ സമൂഹങ്ങളിലെ അടിമത്തത്തെ ഒരു വ്യവസ്ഥാപിത ഉൽപാദന രീതിയായിട്ട് വികസിപ്പിച്ചെടുത്തു. അത് ഓരോ സമൂഹത്തിലെയും വളരെയധികം ആഴത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒന്നുകൂടിയായിരുന്നു. അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ലേറ്റ് റോമൻ എംപയർ ആണ്. BCE 31 ജൂലിയസ് സീസറിന്റെ മരണശേഷം ഒക്ടാവിയൻ വിജയിച്ചു വന്നിട്ടുള്ളത്. റിപ്പബ്ലിക്കിന്റെ പാരമ്പര്യങ്ങൾ കാരണം ഒരു രാജാവായിട്ട് സ്വയം കീഴധാരം ചെയ്യുന്നതിന് അദ്ദേഹം വളരെ ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ടായിരുന്നു. ഒടുവിൽ അദ്ദേഹം സ്വയം രാജകുമാരൻ അല്ലെങ്കിൽ പ്രഥമ പൗരൻ എന്ന് വിശേഷിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചു. സെനറ്റ് അദ്ദേഹത്തെ എന്താണ് അഗസ്റ്റസ് റെവഡൻ എന്നുള്ള ഒരു പദവി നൽകി ആദരിക്കുകയും ചെയ്തു. കൂടാതെ CE 14 അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹം 4 പതിറ്റാണ്ടുകളോളം റോമിനെ ഭരിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ അധികാരവും എന്താണ് അദ്ദേഹത്തിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് പാക്സ് റൊമാന അല്ലെങ്കിൽ റോമിന്റെ സമാധാനം എന്നറിയപ്പെടുന്ന ദീർഘവും മഹത്വപൂർണവുമായിട്ടുള്ള ഒരു കാലഘട്ടത്തിന് അദ്ദേഹം നയിച്ചിട്ടുണ്ടായിരുന്നു. റോമൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരികൾ എന്ന് പറയുന്നത് ഏറ്റവും ശക്തവും സമ്പന്നവുമായിട്ടുള്ള ഒരു റോമൻ ചരിത്രം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. റോഡുകൾ, അതുപോലെ തുറമുഖങ്ങൾ, ജലസേചനം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ വളർച്ചയും വികസനവും കൃഷിയും വ്യാപാരവും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ പാക്സ് റൊമാനയുടെ സമൃദ്ധമായിട്ടുള്ള ഒരു കാലഘട്ടം, അതായത് സമാധാനപൂർവമായിട്ടുള്ള ഒരു റോമൻ കാലഘട്ടം നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ 180 CE മുതൽ 284 CE വരെ റോമിൽ അരാജകത്വവും അതുപോലെ അസ്ഥിരതയും രൂപപ്പെടാൻ അല്ലെങ്കിൽ അനുഭവപ്പെടാൻ തുടങ്ങി. ദീർഘകാല അസ്ഥിരതയ്ക്ക് ശേഷം ഡയോക്ലീഷ്യൻ ഭരണം കൊണ്ടുവന്നു. കാര്യക്ഷമമായിട്ടുള്ള ഒരു സ്ഥിരത ഉറപ്പാക്കാൻ സംസ്ഥാനത്തെ 4 സ്വയംഭരണ ഭാഗങ്ങളായിട്ട് തരംതിരിച്ചു. ഓരോ ഭാഗവും ഓരോ ചക്രവർത്തിയുടെ കീഴിലായിരുന്നു. ഡയോക്ലീഷ്യൻ കിഴക്കൻ ഭാഗങ്ങളായിരുന്നു ഡയോക്ലീഷ്യന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മാക്സിമിയൻ ഇറ്റലിയും ആഫ്രിക്കയും ഭരിച്ചു. കോൺസ്റ്റാന്റിയൻ സ്പെയിൻ, അതുപോലെ ഗൗൾ, ബ്രിട്ടൻ എന്നിവ ഭരിച്ചു. ഗലേരിയസ് ഇല്ലീറിയം, അതുപോലെ മാസിഡോണിയ, ഗ്രീസ് എന്നിവയായിരുന്നു നയിച്ചിട്ടുണ്ടായിരുന്നത്. ഡയോക്ലീഷ്യൻ വിരമിച്ചതിന് ശേഷം കോൺസ്റ്റന്റൈൻ വന്നു. രാജവംശത്തിന്റെ അഭിലാഷങ്ങൾ ഒരു ട്രയാർക്കിക്കൽ എന്നൊരു രീതിയിലേക്ക് എത്തിച്ചേർന്നു. ഏകദേശം 324 CE കോൺസ്റ്റന്റൈൻ ഏക ചക്രവർത്തിയായിട്ട് സമ്പൂർണ്ണ അധികാരത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 395 CE ഒരു തിയോഡിഷ്യന്റെ മരണശേഷം റോമൻ സാമ്രാജ്യം പ്രധാനമായിട്ടും രണ്ടായിട്ട് വീണ്ടും വിഭജിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം കിഴക്കൻ റോമൻ സാമ്രാജ്യവുമായിട്ട് മാറി. കിഴക്കൻ റോമൻ സാമ്രാജ്യം അതിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിളും പടിഞ്ഞാറൻ ഭാഗം ഫൊറോണിയസിന്റെ നിയന്ത്രണത്തിലുമായിട്ട് തീർന്നു. 4-ാം നൂറ്റാണ്ടിന്റെ മധ്യഗോത്രങ്ങൾ അല്ലെങ്കിൽ മധ്യേഷ്യൻ ഗോത്രങ്ങൾ കിഴക്കൻ യൂറോപ്പിലേക്ക് അവരുടെ നുഴഞ്ഞുകയറ്റം വർദ്ധിപ്പിക്കുകയും ജർമ്മനിക് ഗോത്രങ്ങളെ റോമൻ പ്രദേശങ്ങളിലേക്ക് നീക്കുന്നതിനും കാരണമായിട്ട് തീർന്നു. 4-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലും 5-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായിട്ട് റോമൻ പ്രദേശത്തെ ജർമ്മനിക് ഗോത്രങ്ങളുടെ ആക്രമണം വളരെ രൂക്ഷമായിട്ട് വന്നു. അതുപോലെ കൊള്ളയടിയും മറ്റും ഗുരുതര പ്രശ്നങ്ങളായിട്ട് തുടർന്നുകൊണ്ടേയിരുന്നു. 5-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലെ ആറ്റിലയുടെ നേതൃത്വത്തിൽ ഹൂണുകൾ അഥവാ ഇറ്റലിയിലും ഗൗളും ഉൾപ്പെടുന്ന ശക്തമായിട്ടുള്ള ഒരു അധിനിവേശം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
അവരെ പരാജയപ്പെടുത്താനും ജർമ്മനിക് ഗോത്രങ്ങൾ റോമക്കാരുമായിട്ട് ചേർന്നു 455 റോം വാഡലുകൾ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 476 റോമുലസ് അഗസ്റ്റിസിന്റെ പതനത്തോടെ പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം അവസാനിക്കുകയും ചെയ്തു. ഇനി റോമൻ കുടുംബത്തിന്റെ ഒരു റോമൻ സാമ്രാജ്യത്തിന്റെ സൊസൈറ്റി എന്ന് പറയുന്നത്, റോമൻ കുടുംബ വ്യവസ്ഥയിൽ പിതാവായിരുന്നു കുടുംബത്തിന്റെ തലവൻ എന്ന് പറയുന്നത്. മറ്റെല്ലാ കുടുംബങ്ങൾക്കും നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു. റിപ്പബ്ലിക്കിന്റെ ആദ്യ കാലങ്ങളിൽ സ്ത്രീകളുടെ പങ്ക് എന്ന് പറയുന്നത് വളരെ ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു. കാരണം അവർക്ക് കീഴ്വഴക്കം ഒരു സംഭവത്തിനും അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. സ്വത്ത് കൈവശം വെക്കാനോ അത്തരം കാര്യങ്ങൾക്കൊന്നും അനുവാദം ഉണ്ടായിരുന്നില്ല. വിവാഹശേഷം അവര് പിതാവിന്റെ അണ്ടറിൽ നിന്നും ഹസ്ബൻഡിന്റെ അണ്ടറിലേക്ക് മാറുന്ന ഒരു രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിതൃകൽപ്പനകൾ ചോദ്യം ചെയ്യപ്പെടാതെ അനുസരിക്കുകയും അവിടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തുടർന്നു പോരുകയും ചെയ്യുക എന്നുള്ളത് സ്ത്രീകൾക്ക് നിർബന്ധമായിരുന്നു. അതുപോലെ കുട്ടികൾക്കും നിർബന്ധമായിരുന്നു. അത് ചെറിയ കാലം മുതൽ തന്നെ, അല്ലെങ്കിൽ ആ ചെറുപ്പം മുതലേ അവരത് പഠിപ്പിക്കുകയും പരിശീലിപ്പിച്ചു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. പാറ്റർ ഫാമിലിയാസസ് കുടുംബത്തിന്റെ പുരുഷാധിപത്യ തലവൻ. ഈ നേതൃത്വത്തിലുള്ള ശ്രേണിപരമായിട്ടുള്ള റോമൻ കുടുംബവും അധികാരത്തോടുള്ള അനുസരണയും വളർത്തിക്കൊണ്ടായിരുന്നു ആദ്യകാല റോമൻ ഭരണകൂടങ്ങൾ വളർന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിതാവിന്റെ മരണശേഷം ഈ ചുമതല അദ്ദേഹത്തിന്റെ മകനായിരുന്നു ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ മകനായിരിക്കും കുടുംബത്തിന്റെ തലവനായിട്ട് മാറുക. ഒരു പുരുഷാധിപത്യ സമൂഹമായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിൽക്കാല റോമൻ സാമ്രാജ്യത്തിലെ സമ്പന്ന വിഭാഗക്കാരായിരുന്നു കുതിര സവാരിക്കാരെന്ന് പറയുന്നത്. ഒരു ക്ലാസിക്കൽ അംഗങ്ങൾ എന്ന ആ ഒരു ബിസിനസ് ക്ലാസ്സിൽ ഉൾപ്പെടുന്നവരായിരുന്നു. അതുപോലെ മജിസ്ട്രേറ്റുകളും പുരോഹിതന്മാരും ഇത്തരം ആളുകളെല്ലാം ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടും. 4-ാം നൂറ്റാണ്ടിന്റെ മധ്യം മുതൽ 6-ാം നൂറ്റാണ്ടിന്റെ അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ ഉപരിവർഗത്തിന്റെ സ്ഥാനം മാറി മാറി വന്നു. ഉയർന്ന ബ്യൂറോക്രാറ്റുകൾ, പുതിയ പാരമ്പര്യ പ്രഭുവർഗങ്ങളും ഉയർന്നു വന്നു. കർഷകര്, കുശവന്മാര്, അധ്യാപകര്, വിനോദക്കാര്, വേശ്യകള് തുടങ്ങിയവരെല്ലാം പല ജനവിഭാഗങ്ങൾ ഈ ഒരു സൊസൈറ്റിയിൽ ഉയർന്നു വന്നു. ഇവരൊക്കെ അധികം ആളുകളും താഴെ തട്ടിലുള്ളവരായിരുന്നു. ഈ വിഭാഗക്കാരെല്ലാം ഇതിൽ ഏറ്റവും വലിയ വിഭാഗം, ഈ കാറ്റഗറിയിൽ വലിയ വിഭാഗം എന്ന് പറയുന്നത് കർഷകരായിരുന്നു. പട്ടാളത്തിലേക്കും പള്ളിയിലേക്കും ജോലിക്കാരായിട്ട് നഗരങ്ങളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചതാണ് കർഷകരുടെ ഏറ്റവും മോശം അവസ്ഥയ്ക്ക് കാരണമായിട്ടുള്ള എന്ന് പറയുന്നത്. കർഷക തൊഴിലാളികളുടെ അത്ഭുതപൂർവവും കർഷക തൊഴിലാളികൾ പിന്നീട് ഒരു ക്ഷാമത്തിലേക്ക് നയിച്ചു. കൂടാതെ ബേക്കറികൾ, അതുപോലെ വെള്ളിപ്പണിക്കാര്, കമ്പിളി തൊഴിലാളികൾ എന്നിവയെല്ലാം ഈ ഒരു ഇതിൽ ഉണ്ട്. പിൽക്കാല റോമൻ സാമ്രാജ്യത്തിൽ ആദ്യത്തെ ചക്രവർത്തി എന്ന് പറയുന്നത് ഡയോക്ലീഷ്യൻ ആയിരുന്നു. ഡയോക്ലീഷ്യന്റെ പാരമ്പര്യങ്ങൾ 100 വർഷത്തോളം തുടർന്നു പോന്നിട്ടുണ്ടായിരുന്നു. ഡയോക്ലീഷ്യന് മുമ്പ് രാജകീയ പദവി ആരും വഹിച്ചിട്ടുണ്ടായിരുന്നില്ല. രാജകീയ വസ്ത്രം ആരും ധരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഏറ്റവും ഗംഭീരവും സമൃദ്ധവുമായിട്ടുള്ള രാജകീയ വസ്ത്രങ്ങൾ ധരിക്കാനും മറ്റും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഡൊമിനസ് എറ്റ് ഡ്യൂസ് എന്നുള്ള ഒരു പദവി സ്വീകരിച്ചു. കോടതിയും അന്തസ്സും അധികാരവും ഉറപ്പാക്കാൻ അദ്ദേഹം ചില ചടങ്ങുകൾ അവതരിപ്പിച്ചു. അദ്ദേഹം സെലോണിയൻ അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള കൊട്ടാരങ്ങൾ പണിയുകയും അതിൽ നിന്നുള്ള വിരമിക്ക ജീവിതം അദ്ദേഹം ആസ്വദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ചക്രവർത്തിയുടെ മഹത്വവും അവരുടെ സൈനിക കഴിവുകളും റോമൻ ചക്രവർത്തിയുടെ ശാശ്വതമായിട്ടുള്ള സവിശേഷതയായിരുന്നു. അപ്പൊ ഇവരുടെ ഈ രാജവാഴ്ച എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു രാജവാഴ്ച ആ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഡയോക്ലീഷ്യന് അതുപോലെ കോൺസ്റ്റന്റീന്റെയും ഭരണകാലത്ത് സമ്പൂർണമായിട്ടുള്ള ഒരു രാജവാഴ്ച റോമിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ലൈറ്റ് റോമനിലെ ഒരു റിലീജിയൻ എന്ന് പറയുന്നത്, ആദ്യകാല റോമൻ സാമ്രാജ്യത്തില് ഉന്നതരും സാധാരണക്കാരും വിവിധ ദേവതകളെയും ദേവന്മാരെയും ആരാധിച്ചിരുന്നു. രാജാക്കന്മാരുടെ ദൈവമായിട്ടും റോം നഗരത്തിന്റെ ദിവ്യ സംരക്ഷകനായിട്ടും അവർ വ്യായത്തെ ബഹുമാനിച്ചിട്ടുണ്ടായിരുന്നു. റോമൻ സംസ്ഥാന മതം നരവംശ ദേവന്മാരുടെയും ആരാധനയെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതാണ്. വ്യായമായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത്. യുദ്ധത്തിന്റെ ദേവനായിട്ടുള്ള ചൊവ്വയും ഇവരിൽ പ്രധാന സ്ഥാനം വഹിച്ചിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു. റോമൻ സാമ്രാജ്യം എന്ന ഒരു ബഹുദൈവ ആരാധക അല്ലെങ്കിൽ ബഹുദൈവ വിശ്വാസത്തിലായിരുന്നു ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. വിവിധ പ്രദേശങ്ങൾ, അതുപോലെ പ്രത്യേകിച്ച് സാമ്രാജ്യത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് വൈവിധ്യമാർന്നിട്ടുള്ള മതപരമായിട്ടുള്ള ആരാധനകൾ ഇവർ പിന്തുടർന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇവർക്കൊരു സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നു. റോമൻ കാലഘട്ടത്തിൽ ഉയർന്ന മജിസ്ട്രേറ്റുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് വ്യത്യസ്ത വകുപ്പുകളും അതുപോലെ തലവന്മാരും ഉണ്ടായിരുന്നു. CE 396 മുതൽ ചക്രവർത്തിമാർ മിക്ക ഉദ്യോഗസ്ഥരെയും പ്രത്യേകമായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നു.
ഓരോ മെട്രോപൊളിസിനും അതിൻ്റെതായിട്ടുള്ള പോലീസ് സേനയും ജുഡീഷ്യൽ സംവിധാനവും ഇവർക്കുണ്ടായിരുന്നു. അവരുടെ ഓരോ വർഷം കഴിയും തോറും എന്താണ് മജിസ്ട്രേറ്റുമാര് അതുപോലെ പ്രക്ടേഴ്സ്, ക്വസ്റ്റർ എന്നിവയെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റർമാർ പ്രാഥമികമായിട്ട് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളും ഉത്തരവാദിത്തങ്ങളും നോക്കുന്നവരായിരുന്നു. സെനറ്റിന്റെ അധികാരം കുറഞ്ഞതോടെ സെനോറ്റിയൻ അല്ലെങ്കിൽ സെനറ്റോറിയൽ പ്രവിശ്യകൾ അപ്രത്യക്ഷമാവുകയും അതുപോലെ അവരുടെ ഭരണം പൂർണ്ണമായിട്ടും ചക്രവർത്തിമാരിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രാജ്യത്തിനെ 100 പ്രവിശ്യകളായിട്ട് വിഭജിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ഭരണ പരിഷ്കാരങ്ങൾ ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിച്ചു, സാമ്രാജ്യം ഭരിക്കാൻ അവർ കൂടുതൽ കാര്യക്ഷമമായി തീരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രവിശ്യകൾ ഗവർണർമാരുടെ ഭരണത്തിലായിരുന്നു. 1 ൽ നിന്നും 8 ആയിട്ട് ഈ സംഭവത്തിനെ അവർ മാറ്റിയെടുത്തു. പ്രക്ടസ് ജുഡീഷ്യൽ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും സൈന്യത്തെ നയിക്കുന്നതിനും വേണ്ടിയിട്ട് റോമിലെ പല പ്രവിശ്യകളും ഭരണ സംവിധാനങ്ങളും ഉയർന്നു വന്നു. പൊതുസ്ഥലങ്ങളും ഉത്സവങ്ങളും അതുപോലെ വാർഷിക ഗെയിമുകളും സംഘടിപ്പിക്കുന്നതിനും അവർ ഉത്തരവാദികളായിരുന്നു. 4 എഡിലുകളായിട്ട് കോമിറ്റിയ ട്രിബ്യൂട്ടിയയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 2 പെബ്ലിയൻകാരും എഡിലുകളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു വർഷത്തേക്ക് നിയമിക്കപ്പെട്ട ഒരു കൂട്ടം ഉദ്യോഗസ്ഥരും ഈ ഒരു വിഭാഗത്തിൽ ഉണ്ടായിരുന്നു. കാലക്രമേണ ഇവരെന്താണ് അപ്പാരിറ്റേഴ്സ് എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവരെ ചെറിയ ചെറിയ ഉദ്യോഗസ്ഥരായിട്ട് കാലക്രമേണ മാറ്റിയെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ പല ഉദ്യോഗസ്ഥന്മാരും ഇതിൽ വരികയും ഇവരുടെ ഈ ഒരു ഭരണ സംവിധാനം, ഈ ഒരു സിവിൽ സിസ്റ്റം കൂടുതൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരു ജുഡീഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് റോമിലെ സിവിൽ നിയമം സാമ്രാജ്യത്തെ റോമൻ രാഷ്ട്രത്തിന്റെ ഒരു അടിത്തറ തന്നെയായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു ഇവരുടെ ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഇവരുടെ സമ്പന്ന വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും അതുപോലെ ഈ വിഭാഗങ്ങൾക്ക് തുടക്കം മുതൽ സ്വത്തവകാശം ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. മറുവശത്ത് ക്രിമിനൽ നിയമം പ്രാഥമികമായിട്ട് താഴ്ന്ന വിഭാഗങ്ങൾക്കായിട്ട് രൂപകൽപ്പന ചെയ്യുകയും ഏകപക്ഷീയമായിട്ടും സ്വേച്ഛാധിപരമായിട്ടും തുടർന്ന് വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. കോൺസ്റ്റന്റൈൻ ഭരണകാലത്ത് ക്രിമിനൽ നിയമം അസാധാരണമാം വിധം കഠിനമായിരുന്നു. അതുപോലെ കോർപ്പസ് ജൂറിയസ് സിവിലസ് എന്നുള്ള ഒരു യൂറോപ്പിലുടനീളം വ്യാപിച്ചിട്ടുള്ള ഒരു നിയമവ്യവസ്ഥ കൊണ്ടുവരാൻ സാധിച്ചു. രണ്ടാമതായിട്ട് ഇതിലാദ്യമായിട്ട് ഇതിൽ പല നിയമങ്ങളും ഇതിൽ പറയുന്നുണ്ട്. അതിൽ ആദ്യം ഒരു പ്രതി കുറ്റം തെളിയിക്കപ്പെടുന്നത് വരെ ആ വ്യക്തി നിരപരാധിയായിട്ട് തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. രണ്ടാമതായിട്ട് കുറ്റാരോപിതനെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് നേരിട്ട ആരോപണങ്ങളും മറ്റും തെളിയിക്കുകയാണെങ്കിൽ പ്രതികളും മറ്റു അല്ലെങ്കിൽ ആ സംഭവം നമ്മൾ തെളിയിക്കാനുള്ള അവകാശം ആ പ്രതിക്കുണ്ടായിരുന്നു. തങ്ങൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കാനുള്ള അവകാശം ആ പ്രതിക്കുണ്ടായിരുന്നു. മൂന്നാമതായിട്ട് പകൽ വെളിച്ചത്തെ വ്യക്തമായിട്ടുള്ള സാമൂഹിക തെളിവുകളിലൂടെ കുറ്റബോധം സ്ഥാപിക്കേണ്ടതുണ്ട് എന്നുള്ള 3 കാര്യങ്ങൾ ഇവരുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. റോമൻ നിയമം പ്രധാന രൂപങ്ങൾ ഉൾക്കൊള്ളുന്നത് ഐയുസിവിൽ സിവിൽ, അതുപോലെ ഐയുഎസ് ജെൻഡിയം, ഐയുഎസ് നാച്ചുറൽ എന്നുള്ള 3 രൂപങ്ങൾ ഇവരുടെ റോമൻ നിയമത്തിനുണ്ടായിരുന്നു. പുരാതന ആചാരങ്ങളിൽ നിന്നും മതപരമായിട്ടുള്ള ആചാരങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ റോമൻ പൗരന്മാർക്ക് മാത്രമായിട്ട് ബാധകമായിട്ടുള്ള നിയമങ്ങളാണ് എന്ത് ഐയുഎസ് സിവിൽ എന്ന് പറയുന്നത്. ജനങ്ങളുടെ നിയമമായിരുന്നു ഐയുഎസ് ജെൻഡിയം എന്ന് പറയുന്നത്. വാണിജ്യപരമായിട്ടുള്ള ഇടപാടുകളും കാര്യങ്ങളുമായിരുന്നു ഈ ഒരു നിയമത്തിൽ ഉണ്ടായിരുന്നത്. ഇതിന്റെ അന്തിമ രൂപമായിരുന്നു ഐയുഎസ് നാച്ചുറൽ എന്ന് പറയുന്നത്. ഈ നിയമത്തില് ദൈവത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവർക്ക് ശാശ്വതമായിട്ടും സാർവത്രികമായിട്ടും മനുഷ്യന് ബാധകമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നതായിരുന്നു ഐയുഎസ് നാച്ചുറൽ എന്ന് പറയുന്നത്. ഇവരുടെ ഒരു എക്കോണമി സിസ്റ്റം എന്ന് പറയുന്നത് ചക്രവർത്തിമാർക്ക് അനുകൂലമായിട്ടുള്ള പുതിയ സൈനിക ഭരണ കേന്ദ്രങ്ങളിൽ നഗര വളർച്ച കൂടുതലായിട്ടും കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. മിലാൻ, സാന്റിക്ക, കോൺസ്റ്റാന്റിനോപ്പിൾ എന്നിവയായിരുന്നു പ്രധാന നഗരങ്ങളിൽ ചിലതെന്ന് പറയുന്നത്. റോമൻ സാമ്രാജ്യത്തിന്റെ അവസാന കാലത്താണ് നഗരവൽക്കരണം സംഭവിച്ചതെന്ന് പറയപ്പെടുന്നുണ്ട്. റോമൻ നഗരങ്ങളിൽ നഗരവൽക്കരണം, അതുപോലെ ക്ഷേത്രങ്ങള്, ആംഫി തിയേറ്ററുകള്, ജലസംഭരണികള്, റോഡുകൾ എന്നിവയുടെ സൗകര്യങ്ങളും ലഭ്യമായിട്ടുണ്ടായിരുന്നു. പിൽക്കാല റോമൻ സാമ്രാജ്യത്തിലെ സൈന്യവും ബ്യൂറോക്രാറ്റിക് ഉപകരണങ്ങളും ഗണ്യമായിട്ട് തന്നെ വികസിച്ചിട്ടുണ്ടായിരുന്നു. കർഷകർ, അതുപോലെ കരകൗശല വിദഗ്ധര്, വ്യാപാരികൾ എന്നിവരിൽ നിന്നും സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് നികുതി പിരിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഡ്യൂക്രിയോൺസ് അല്ലെങ്കിൽ ക്യൂറിയൽസ് എന്നീ നികുതി പിരിവുകാർക്കായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ധാന്യങ്ങള്, വീഞ്ഞ് തുടങ്ങിയിട്ടുള്ള ചരക്ക് വ്യാപാരത്തെ ഇവർ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു.
കാർഷിക പ്രവർത്തനങ്ങൾ റോമൻ സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയായിരുന്നു. അടിമകൾ നടത്തുന്ന വലിയ വലിയ ഫാമുകൾ, അടിമകൾക്കായിട്ട് നടത്തുന്ന വലിയ ഫാമുകൾ ഉണ്ടായിരുന്നു. റോമൻ ഖനനത്തിൽ നിന്നും സമ്പത്ത് നേടിയെടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. സമ്പന്നരായ വ്യക്തികൾക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ആഡംബര വസ്തുക്കളും മറ്റും വാങ്ങാൻ സാധിക്കുമായിരുന്നു. ചെറുകിട കർഷകരും സമ്പന്നരായിട്ടുള്ള ഭൂവുടമകളും ഉൾപ്പെടുന്ന കൃഷിയായിരുന്നു പ്രാഥമികമായിട്ടുള്ള ഇവരുടെ തൊഴിൽ എന്ന് പറയുന്നത്. നിരവധി കർഷകരെയും അടിമകളെയും അവരെന്താണ് ഈ ഒരു ഫീൽഡിലായിട്ട് പ്രവർത്തിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഗോതമ്പ്, മുന്തിരി, ഒലീവ് എന്നിവയായിരുന്നു ഇവിടുത്തെ പ്രധാന കൃഷികൾ എന്ന് പറയുന്നത്. കാർഷിക സമ്പദ് വ്യവസ്ഥ ഉത്പാദനത്തിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മുന്തിരി തോട്ടങ്ങളും ഒലീവ് തോട്ടങ്ങളും അതുപോലെ ചെമ്മരിയാട്, ആടി എന്നിവയൊക്കെ ഇവര് ഇണക്കി വളർത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ആർമി സിസ്റ്റം എന്ന് പറയുന്നത് റോമൻ സാമ്രാജ്യത്തിന്റെ തുടക്കം മുതൽ സൈന്യ ഭരണകൂടത്തിന്റെ ഒരു അടിസ്ഥാന ഘടകമായി മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ചക്രവർത്തി നേതൃത്വത്തിൽ സാമ്രാജ്യം വികസിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തു പോന്നിട്ടുണ്ടായിരുന്നു. റോമൻ റിപ്പബ്ലിക്കിന്റെ കാലത്ത് സൈനികർക്ക് പലപ്പോഴും അവരുടെ വീടുകൾ വിട്ട് വിദൂര ദേശങ്ങളിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും CE 1-ാം നൂറ്റാണ്ട് മുതൽ റോമൻ സൈന്യം വിവിധ ജനറൽ ചക്രവർത്തിമാരായി സിംഹാസനത്തിൽ പ്രതിഷ്ഠിക്കുന്നതിന് പ്രധാന പങ്കുവഹിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അഗസ്റ്റസ് ആയിരക്കണക്കിന് സൈനികർക്ക് ഭൂമി അനുവദിക്കുന്നതിനുള്ള നടപടികളും മറ്റും നടപ്പിലാക്കി വന്നിട്ടുണ്ടായിരുന്നു. സൈന്യത്തിനുള്ളിൽ അച്ചടക്കവും വിശ്വാസ്യതയും വളർത്തിയെടുക്കാനും അദ്ദേഹം ശ്രമിച്ചു. മിലിറ്ററി കമാൻഡർമാരായിട്ട് പ്രവർത്തിക്കുന്ന കൊമിറ്റേഴ്സിന്റെയും അതുപോലെ ലിമിറ്റേഴ്സി, കൊമൈറ്റുകൾ എന്നിവർക്കൊപ്പം മജിസ്റ്റർ ഇൻക്വറ്റം ആയിരുന്നു സൈനിക കമാൻഡായിട്ട് അവിടെ വഹിച്ചിട്ടുണ്ടായിരുന്നത്. സൈന്യത്തിന്റെ വലുപ്പം ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ടും അവര് ശ്രമിച്ചു. 3000-ൽ നിന്നും 6000 ആക്കി. അതുപോലെ കമാൻഡർമാരുടെ എണ്ണം അതിനനുസരിച്ച് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. 2 കോൺസൽമാരെയും കോൺസുലർ അധികാരമുള്ള സൈനിക ട്രൈബ്യൂണുകളെയും ഉപയോഗിച്ച് ഇത് മാറ്റിക്കൊണ്ടിരുന്നു. അടിസ്ഥാന യൂണിറ്റുകളിൽ ഏകദേശം 4000 കാലാൾപ്പടയും അതുപോലെ 300 കുതിരപ്പടയാളികളും ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ട്രേഡ് സിസ്റ്റം എന്ന് പറയുന്നത് കൃഷി മാത്രമല്ല, റോമൻ സാമ്രാജ്യത്തിലെ വ്യവസായവും ഒരു വലിയ അടിമ തൊഴിലാളി സേനയും ഉണ്ടായിരുന്നു. ധാന്യങ്ങൾ, ഒലീവ്, വൈൻ, മൺപാത്രങ്ങൾ, തുണിത്തരങ്ങൾ, ലോഹപാത്രങ്ങൾ, അതുപോലെ ഗ്ലാസ് വസ്തുക്കൾ തുടങ്ങിയ കാർഷികേതര ഇനങ്ങളും ഇവർ വ്യാപാരത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇറ്റാലിയൻ വ്യാപാരികൾ ആഫ്രിക്കയിൽ നിന്നും സിസിലിയിൽ നിന്നും ധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് ഇറ്റാലിയൻ വീഞ്ഞ് അതുപോലെ മൺപാത്രങ്ങൾ, ലോഹവസ്തുക്കൾ എന്നിവ വെള്ളിക്കും അടിമകൾക്കും ആൽപ്സ് പർവ്വതനിരക്ക് അപ്പുറത്തുമുള്ള പ്രദേശങ്ങളിലേക്ക് അവർ കൈമാറിയിട്ടുണ്ടായിരുന്നു. അഗസ്റ്റ് സീസറിന്റെ കീഴിൽ വികസിപ്പിച്ച റോഡുകളുടെയും ജലപാതകളുടെയും ശൃംഖല വിശാലമായ വിപണിക്കായിട്ട് വിവിധ കേന്ദ്രങ്ങളിൽ ഉത്പാദനം വർദ്ധിപ്പിക്കാനും ഇത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് കൃഷിയും അതുപോലെ മറ്റു വാണിജ്യത്തിലുമായിരുന്നു പ്രധാനമായും പങ്കുവഹിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇവർക്ക് വാണിജ്യത്തിനായിട്ട് വലിയ റോഡ് ശൃംഖലകളും മറ്റും ഉണ്ടായിരുന്നു. റോമൻ റോഡുകളിൽ 56,000 മൈലുകളോളം വ്യാപിച്ചു കിടക്കുന്നതായിരുന്നു. 29 പ്രധാന ഹൈവേകളും അവർക്കുണ്ടായിരുന്നു. ഇവിടുത്തെ ഒരു ലെഗസീസ് എന്ന് പറയുന്നത് പിൽക്കാല റോമൻ സാമ്രാജ്യം ഒരു സുപ്രധാന പൈതൃകം അവശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് തുടർന്ന് ഒരു ചരിത്രത്തിലെ ഒരു സ്വാധീനം ചെലുത്തുന്ന ഒന്നായി തീർന്നു. കിഴക്കൻ റോമൻ സാമ്രാജ്യം എന്നറിയപ്പെടുന്ന ബൈസന്റിയൻ സാമ്രാജ്യത്തിന്റെ ആവിർഭാവമാണ് ഏറ്റവും നിലനിൽക്കുന്ന പൈതൃകങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്. ബൈസന്റിയൻ സാമ്രാജ്യം റോമൻ സാമ്രാജ്യത്തിന്റെ പാരമ്പര്യങ്ങളും സ്ഥാപനങ്ങളും എല്ലാം തുടർന്നു കൊണ്ടുപോകുന്ന ഒന്നായിരുന്നു. അതുപോലെ 1000 വർഷത്തിലുടനീളം നീണ്ടു നിൽക്കുന്ന മെഡിറ്ററേനിയൻ അതുപോലെ മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലും ഒരു പ്രധാന ശക്തിയായിട്ട് ഇത് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റോമൻ സംസ്കാരം അതുപോലെ നിയമം, ഭരണം എന്നിവ പല വശങ്ങളും അത് സംരക്ഷിക്കുകയും കൂടുതൽ വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ക്രിസ്തു മതമായിരുന്നു അവർ ഔദ്യോഗികമായിട്ട് സ്വീകരിച്ചിരുന്ന ഒരു മതം എന്ന് പറയുന്നത്. ഈ മാറ്റത്തിന് നൽകിയ കോൺസ്റ്റന്റൈൻ 1-ാമൻ ചക്രവർത്തിയാണ് ഈ ഒരു മാറ്റത്തിന് നേതൃത്വം വഹിച്ചിട്ടുള്ളത്. യൂറോപ്പിൽ മതപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ഭൂപ്രകൃതിയിൽ അഗാധവും ശാശ്വതവുമായിട്ടുള്ള ഒരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ടായിരുന്നു. ക്രിസ്തു മതം സാമ്രാജ്യത്തിന്റെ സാമൂഹിക ഘടനയിൽ ഏറ്റവും കൂടുതൽ ആഴത്തിൽ വേരൂന്നിയിട്ടുള്ള ഒന്നായിരുന്നു. 9-ാം നൂറ്റാണ്ടോട് കൂടി ക്രിസ്തുമതം യൂറോപ്പിൽ ഉടനീളം വ്യാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ലിറ്ററേച്ചർ സിസ്റ്റം എന്ന് പറയുന്നത് പുരാതന റോമക്കാരെ ആദ്യകാല സാഹിത്യത്തിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തിയിട്ടുള്ളവരും അതുപോലെ ലാറ്റിൻ ഭാഷയായിരുന്നു അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. റോമക്കാർ അവരുടെ രേഖാമൂലമുള്ള രേഖകൾക്ക് പേര് കേട്ടവരായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷകളായിട്ട് ഗ്രീക്ക്, ലാറ്റിൻ ഭാഷകളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മറ്റു ഭാഷകളും രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിലായിട്ട് സംസാരിക്കപ്പെട്ടിരുന്നു. റോമക്കാർ വിവിധ എഴുത്ത് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. മെഴുകു ഗുളികകളിലോ തടികൊണ്ടുള്ള കനം കുറഞ്ഞ ഇലകളിലോ ആയിരുന്നു അവർ എഴുതിയിരുന്നത്. നിയമപരമായിട്ടുള്ള കരാറുകൾ പോലെയുള്ള സുപ്രധാന രേഖകളായിരുന്നു അവർ എഴുതി സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്രീക്ക് റോമൻ ഉത്ഭവങ്ങളുടെ
തത്വചിന്തനായ സ്റ്റോയിസിസം, അതുപോലെ റോമൻ സാഹിത്യത്തില് വളരെ അധികം സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒന്നായിരുന്നു. റിപ്പബ്ലിക്കിന്റെ അവസാന നൂറ്റാണ്ടില് ലാറ്റിൻ സാഹിത്യവും അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ലാറ്റിൻ സാഹിത്യത്തിന്റെ സുവർണകാലം റിപ്പബ്ലിക്കിന്റെ അവസാന ദശകങ്ങളും സാമ്രാജ്യത്തിന്റെ ആദ്യ വർഷങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട്. സാധാരണയായിട്ട് ഈ ഒരു കാലത്തിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് സിസറോയുടെ ആധിപത്യവും മറ്റൊന്ന് ഓക്സ്താൻ യുഗം എന്നും അറിയപ്പെടുന്നു. ഓക്സ്താൻ യുഗത്തിലെ വിർജിൻ, ഹോറസ്, ഓവിഡ്, ലിവി എന്നീ കൃതികൾ ഉയർന്നു വന്നു. റോമിലി ചക്രവർത്തിയായിരുന്ന അഗസ്റ്റസ് കലകളെയും അതുപോലെ അക്ഷരങ്ങളെയും വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു രാജാവായിരുന്നു. അഗസ്റ്റസിന്റെ കാലഘട്ടത്തിൽ പ്രശസ്തനായ കവിയായിരുന്നു ഓവിഡ് എന്ന് പറയുന്നത്. അതുപോലെ പ്രണയബന്ധങ്ങൾ പിന്തുടരുന്നതിനും നിലനിർത്തുന്നതിനുള്ള ഉപദേശം നൽകുന്ന ദ ആർട്ട് ഓഫ് ലവ് എന്നുള്ള കൃതിയും അറിയപ്പെട്ടത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നു. രൂപാന്തരങ്ങളെ കുറിച്ചും കഥകളെ കുറിച്ചുള്ള ഒരു ശേഖരമാണ് അദ്ദേഹത്തിന്റെ രൂപാന്തരീകം എന്ന് അറിയപ്പെടുന്നത്. ലിവി തന്റെ ജീവിതത്തിലെ 40 വർഷത്തോളം റോമിന്റെ ചരിത്രം എഴുതുന്നതിനായി മാറ്റിവെച്ചിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ലിവിയുടെ ചരിത്രം പലപ്പോഴും ഇതിഹാസമായിട്ട് കാണപ്പെടുന്നതും അതുപോലെ മറ്റ് ഐനീഡുകളുമായിട്ട് താരതമ്യം ചെയ്യപ്പെടുന്നതും ഒന്നായിരുന്നു. ലാറ്റിൻ കവിതയുടെ പിതാവായിട്ടായിരുന്നു ഇദ്ദേഹത്തെ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. റോമിലെ ഏറ്റവും ജനപ്രിയമാർജിച്ച മികച്ച ഒരു നാടകകൃത്ത് കൂടുമായിരുന്നു ആര്? പ്ലാറ്റസ് എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തിന്റെ രസകരമായിട്ടുള്ള കോമഡികളും മറ്റും സജീവമായിട്ട് അന്നത്തെ കൃതികളിലും മറ്റും കാണാൻ സാധിക്കുന്നതാണ്. അലക്സാൻഡ്രിയയിലെ കവികളിൽ നിന്ന് പ്രചോദനം കൊണ്ടാണ് അദ്ദേഹം സ്വന്തം അനുഭവങ്ങളും മറ്റും അദ്ദേഹത്തിന്റെ നാടകങ്ങളിലും മറ്റും ഉൾക്കൊള്ളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. റോമിലെ ഏറ്റവും വലിയ വാഗ്മിയും ഗദ്യ സ്റ്റൈലിസ്റ്റുമായിട്ടുള്ള മാർക്കസ് ടൂലിയസ് സിസറോ ആയിരുന്നു. കാറ്റിന് എതിരെയുള്ള പ്രസംഗങ്ങൾ അത്തരത്തിലുള്ള പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നു. മറ്റൊരു പ്രമുഖ ചരിത്രകാരനായിരുന്നു ടാസിറ്റസ് എന്നറിയപ്പെടുന്നത്. ജർമ്മനിയ എന്നുള്ള ഒരു കൃതിയായിരുന്നു അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നത്. അവരുടെ പ്രാകൃതവും വീരവുമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. അതുപോലെ റോമക്കാരുടെ ആഡംബര ജീവിതവും ആധിപത്യവും അതുപോലെ അവരുടെ ജീവിത ശൈലികളും എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് തികച്ചും വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒന്നായിരുന്നു. അത്തരത്തില് ഒരുപാട് ആളുകൾ ഈ ഒരു കാലഘട്ടത്തിൽ പലതരത്തിലുള്ള കൃതികളും കാര്യങ്ങളും കൊണ്ടുവരികയും അതുപോലെ വലിയൊരു മേഖല തന്നെ ഈ ഒരു ലിറ്ററേച്ചറിന്റെ ഭാഗമായിട്ട് റോമൻ സാമ്രാജ്യത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒന്നാണ് സയൻസും അതുപോലെ ടെക്നോളജിയും എന്ന് പറയുന്നത്. പ്ലിനി ദി എൽഡർ പ്രകൃതി പ്രതിഭാസങ്ങളുടെ അശ്രാന്ത നിരീക്ഷണത്തിന് പേരുകേട്ടതാണ്. അതുപോലെ ജ്യോതിശാസ്ത്രം, ഭൂമിശാസ്ത്രം, നരവംശാസ്ത്രം, സസ്യശാസ്ത്രം തുടങ്ങിയ വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുരാതന കാലത്തെ ശാസ്ത്രീയ അറിവുകളുടെ ഒരു വലിയ അളവിലുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായിരുന്നു ദി നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഗാലൻ എന്നറിയപ്പെടുന്ന മാർക്കസ് ഔറേലിയസ് നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ ഗ്രീക്ക് വൈദ്യനായിരുന്നു. റോമൻ ഈജിപ്തുകാരിൽ നിന്നും സോളാർ കലണ്ടറുകളെ കണ്ടെത്താനും വികസിപ്പിക്കാനും അവർക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ സാർവത്രികമായിട്ട് അംഗീകരിക്കപ്പെട്ട ഒരു കലണ്ടർ സമ്പ്രദായം അവർക്ക് ഉണ്ടായിരുന്നു. ജൂലിയൻ കലണ്ടർ എന്നായിരുന്നു അത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 365 ദിവസങ്ങളായിരുന്നു അതിൽ ഉൾക്കൊള്ളിരുന്നത്. ഓരോ 4ാമത്തെ വർഷത്തിലും ഒരു അധിക ദിവസം ഉണ്ടായിരുന്നു. അത് അതിവർഷമായിട്ട് കണക്കാക്കപ്പെടുന്നു. ജൂലിയസ് സീസറിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് ഇതിൽ ജൂലൈ മാസം അവർ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. സാങ്കേതിക രംഗത്തെ റോമൻ സംഭാവനകളെയാണ് എന്നും ശ്രദ്ധേയമായിട്ടുള്ളത്. സാമ്രാജ്യത്തെ മൂടിയ ഒരു വിശാലമായ റോഡ് ശൃംഖലകളോടുകൂടി അവര് ബന്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നാഗരികതയും മറ്റും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആവശ്യങ്ങൾ മറ്റും നിറവേറ്റുന്നതിനായിട്ട് അവര് പാലങ്ങളിൽ, ജലസംഭരണികള്, അയക്കുചാലുകൾ എന്നിവ നിർമ്മിച്ചു. ഇവരുടെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് വാസ്തുവിദ്യാ ശൈലിയിൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള വൈഭവങ്ങളും മറ്റും ഉണ്ടായിരുന്നു. കമാനങ്ങളും കായികക്കുടങ്ങളുമായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് പറയുന്നത്. റോമാക്കാർ ഏറ്റവും ശ്രദ്ധേയവും പ്രായോഗികമായിട്ടുള്ള എഞ്ചിനീയറിംഗ് നേട്ടങ്ങളിൽ ഒന്നാണ് അവരുടെ പട്ടണങ്ങളും നഗരങ്ങളും എന്ന് പറയുന്നത്. അവിടെ വെള്ളം എത്തിക്കാവുന്ന ഒരു സിസ്റ്റം കൊണ്ടുവന്നതും അവരുടെ ഏറ്റവും വലിയ സവിശേഷതകളായിരുന്നു. റോമൻ പാലങ്ങളിൽ ജലസംഭരണികൾ, കായികക്കുടങ്ങൾ എന്നിവയെല്ലാം ലളിതമായതും അതുപോലെ കമാനങ്ങളും അതിന്റെ വ്യതിയാനങ്ങളും അതിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. വൃത്താകൃതിയിലുള്ള സ്ഥലത്ത് ഒന്നിലധികം കമാനങ്ങൾ കൂട്ടിയോജിപ്പിച്ച് മധ്യഭാഗത്ത് കൂട്ടിച്ചേർത്ത് റോമക്കാർ ആകർഷകമായിട്ടുള്ള കായികക്കുടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. റോമൻ വാസ്തുവിദ്യയുടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ഉദാഹരണമായിരുന്നു പന്തിയോൺ എന്നുള്ളത്. സമ്പന്നമായ റോമക്കാര് വിശാലമായ പൂന്തോട്ടങ്ങളുടെ ആഡംബര വില്ലകളിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം
നഗരത്തിലെ ദരിദ്രരായിട്ടുള്ളവർ അപകടങ്ങൾ നിറഞ്ഞ ചേരി പ്രദേശങ്ങളിലായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. റോമിലെ എഞ്ചിനീയർമാർ ജലസംഭരണികൾ നിർമ്മിച്ചു. അതുപോലെ നഗരത്തിലേക്ക് വെള്ളം എത്തിച്ചേരുന്നതിനുള്ള ഒരു സിസ്റ്റവും അവർ ഉണ്ടായിരുന്നു. അതിലുള്ള പൈപ്പ് ലൈനുകളും കാര്യങ്ങളും എല്ലാം അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. റോമക്കാർ അലങ്കാര കലകളിൽ അതുപോലെ പ്രത്യേകിച്ച് മൊസൈക്ക് ജോലികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളവരായിരുന്നു. അതുപോലെ കരകൗശല കഴിവുകൾ പ്രദർശിപ്പിക്കുന്ന സാമ്രാജ്യം അതുപോലെ അതിമനോഹരമായിട്ടുള്ള മൊസൈക്കുകളാൽ അവർ അലങ്കരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് റോമൻ എംപയർ, റോമൻ സാമ്രാജ്യത്തെ കുറിച്ചും ലേറ്റ് റോമൻ എംപയറിനെ കുറിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവരുടെ ഒരു കംപ്ലീറ്റ് സ്റ്റാർട്ടിങ് മുതൽ അത് എൻഡിങ് വരെയും അതുപോലെ ഇവരുടെ ഓരോ ജീവിത രീതിയും ആർക്കിടെക്ചറും അവരുടെ സയൻസും ടെക്നോളജിയും അവരുടെ പലതരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.